എൻ്റെ കാസ NIRIകളെ അവർക്ക് വേണ്ടി വർത്തമാനം പറയാൻ വരുന്ന ഒന്ന് രണ്ട് അച്ഛൻ പര NARIകളെ നിങ്ങൾ വളരെ കടുത്ത രീതിയിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി കരാറെടുത്ത് ഈ നാറിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ അങ്ങ് ഒഡീഷയിലും UPയിലുമൊക്കെ ഇഷ്ടംപോലെ ലോട്ടറി അടിക്കുന്നുണ്ട്. ആ ലോട്ടറി അടിക്കുന്നതിനെക്കുറിച്ച് കൂടി ആവേശപൂർവ്വം ആഘോഷപൂർവ്വം ഒന്ന് പങ്കുവെക്കണ്ടേ കാസാക്കൂസന്മാരെ? സത്യത്തിൽ നിങ്ങൾക്ക് ആരോടാണ് കൂറ്? ക്രൈസ്തവ മതവിശ്വാസികളോടോ, അല്ലെങ്കിൽ മാനവികതയോടോ, അല്ലെങ്കിൽ സത്യത്തോടോ, അല്ലെങ്കിൽ നീതിയോടോ, അതോ നിങ്ങൾക്ക് കിട്ടുന്ന കാശിനോടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെട്ട പദവികളോടോ? ഏതായാലും വളരെ വിചിത്രമായ പുതിയ പുതിയ ക്രിസ്തുമസ് വാർത്തകൾ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാസാക്കൂസന്മാരോട് എന്തെങ്കിലും മാനസികാടുപ്പം ഉള്ളവർക്ക് ദയവായി ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. ഈ പണ്ടൊക്കെ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കൗമാരത്തിൻ്റെ ഒരു ഏജിലേക്ക് വരുമ്പോൾ നമുക്ക് പല ഭാവവ്യത്യാസങ്ങളുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ മുഖക്കുരു ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്, പിമ്പിൾസ്. ഇത് വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഞെക്കി പൊട്ടിക്കാൻ നോക്കും. അത് പൊട്ടുമൊന്നുമില്ല. ഈ പൊട്ടുന്നതൊരു വാശി പോലെ ഞെക്കി നോക്കും. അതിനു വേണ്ടി അങ്ങ് പണിയെടുക്കും. എന്നാലൊട്ട് അത് പഴുക്കാതെ പൊട്ടുകയില്ല. പഴുത്താൽ ചിലപ്പോൾ തനിയെ പൊട്ടും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ പൊട്ടും. ഈ കാസാക്കൂസന്മാർ കേരളത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി ആവുന്ന ശ്രമമെല്ലാം നടത്തുകയാണ്. ഞെക്കിയിട്ടും അത് പൊട്ടുന്നില്ലെന്ന് മാത്രമല്ല, അത് പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത് സഹിക്കാൻ കഴിയാതെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ അങ്ങ് എതിർപ്പുണ്ടാക്കി CPM അങ്ങനെയാണ്, കോൺഗ്രസ് ഇങ്ങനെയാണ്, CP ജോൺ അങ്ങനെയാണ്, K മുരളീധരൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തുകയാണ്. അവർ മതേതരത്വം പറയുന്നവരെ വിളിക്കുന്നത് മതേതര മൊണ്ണകൾ എന്നൊക്കെയാണ്. സത്യത്തിൽ ഇങ്ങനെ ശ്രമം നടത്തുമ്പോൾ പടപടപടാന്ന് ലോട്ടറി അടിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ. ആ ലോട്ടറി അടിക്കുന്ന വാർത്തയൊന്നും കാസാക്കൂസന്മാർ പ്രചരിപ്പിക്കുന്നുമില്ല. അവരുടെ കൂലിച്ചരക്കായി വന്നു നിന്ന് ഈ പ്രഭാഷണം നടത്തുന്ന ഒന്ന് രണ്ട് പിതാക്കന്മാരുടെ വേഷം ധരിച്ച NIRകളാവട്ടെ ഇത് അറിയുന്നുമില്ല. ഏതായാലും പുതിയ സംഗതികൾ ഇങ്ങനെയാണ്. ഡിസംബർ 27 വെള്ളിയാഴ്ച UPയിലെ ഫത്തേപൂരിൽ പസ്വാൻ എന്ന് പറയുന്ന ഒരു കീഴ്ജാതിക്കാരനോ മറ്റോ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അവനെ വലിച്ചഴച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഹനുമാൻ ചാലീസ ചൊല്ലിച്ചു. ഹനുമാൻ ചാലീസ ചൊല്ലിച്ച് അവന് അടിയും കൊടുത്തു. ചമർ എന്നൊക്കെ വിളിക്കുന്ന അധകൃത ഭാഷയിൽ അവനെ തെറിയും പറഞ്ഞ് ആക്ഷേപിച്ചു. ഇത് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഹമാസും ഇസ്ലാമിക് ജിഹാദികളും ഒന്നുമല്ല ചെയ്യുന്നത്. ഇത് ചെയ്യുന്നവന്മാരുടെ പേര് ദേവസേന. ഈ നമ്മൾ വൈറസ് പോലെ ഇവന്മാരുടെ വ്യത്യസ്തമായ പേരുകൾ. ഒരിടത്ത് ദേവസേന, ഒരിടത്ത് ഹനുമാൻ സേന, ഒരിടത്ത് കർണൻ സേന, ഒരിടത്ത് ദുര്യോധനൻ സേന, ഇങ്ങനെ പല സേനകളായിട്ടാണ്. അത് കെവിൻ പീറ്റർ അറിഞ്ഞോ മോനെ മക്കളെ? ഏതായാലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ സംഭവം ഉണ്ടായത് ബലാസോർ, ഒഡീഷയിൽ. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം എക്സ് പ്രൊഫൈലിലുണ്ട്, പഴയ ട്വിറ്ററിൽ. അവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചതിന് 3-4 പേരെ ഒരു മരത്തേൽ കെട്ടിയിട്ട് അങ്ങ് അടിച്ചു, വരഞ്ഞു, റെഡിയാക്കി. ആ ദൃശ്യങ്ങൾ സഹിതമാണ് എക്സ് പ്രൊഫൈലിൽ കിടന്ന് കളിക്കുന്നത്. ആരൊക്കെയോ കണ്ട് വിളിച്ചു കൂവി പോലീസ് വന്ന് അഴിച്ചു വിട്ടു. അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ അവിടെ ഭരണമാറ്റം ഉണ്ടായിട്ട് ജൂൺ മുതൽ ഇങ്ങോട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5-6 മാസമേ ആയുള്ളൂ. അവിടെ വേറൊരു പാവപ്പെട്ടവൻ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാശ അറിഞ്ഞോ? അച്ഛന്മാരറിഞ്ഞോ? അതുകൊണ്ട് നിങ്ങൾ ഈ മുഖക്കുരു ഞെക്കി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ലോട്ടറി അടിക്കുന്ന വിവരം കൂടി പറയേണ്ടതുണ്ട്. അത്രയെങ്കിലും പറയാൻ നിങ്ങളെക്കൊണ്ടാവണം.